നമസ്കാരം. പഹൽഗാമിൽ പാകിസ്ഥാൻ കാട്ടിയ സാഹസത്തിന് വലിയ തിരിച്ചടി കൊടുക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ ഭരണകൂടം. ഇന്ത്യൻ സേന ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സേനയുടെ ഒരു മൂഡ്, ഇപ്പോഴത്തെ ഒരു പ്രതികാര ദാഹം, അതുപോലെ തന്നെ ഇന്ത്യൻ സേനയുടെ തിരിച്ചടിക്കാനുള്ള ഒരു ആവേശം, ആത്മവിശ്വാസം, അതെല്ലാമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കശ്മീരിൽ തന്നെ നടന്ന ഒരു ഭീകരവേട്ടയാണ്. പഹൽഗാമിലെ ഈ ഭീകരവാദികളെ തിരഞ്ഞുള്ള ഒരു തെരച്ചിൽ അത് സംസ്ഥാനമൊട്ടാകെ, കശ്മീർ എന്ന സംസ്ഥാനമൊട്ടാകെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്നു വരികയാണ്. ഇതിൽ ബന്ദിപ്പോറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഈ ഒരു പ്രതികാര ദാഹത്തെക്കുറിച്ചുള്ള ചർച്ച ഉയർത്തിവിട്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം സൈന്യത്തിൻ്റെ പ്രതികാര ദാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അതായത് ബന്ദിപ്പൂരിലുള്ള ഏറ്റുമുട്ടലിൽ, ബന്ദിപ്പൂരിൽ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ഉണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കറിൻ്റെ ഒരു കമാൻഡറായിട്ടുള്ള അൽത്താഫ് ലല്ലി കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നതാണ്. ഈ അൽത്താഫ് ലല്ലി ലഷ്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകരനാണ്. ലഷ്കർ കമാൻഡർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ഇന്ത്യക്കെതിരെ കടുത്ത ഭീകരാക്രമണങ്ങൾ നടത്തുക ലക്ഷ്യമാക്കി ഇയാൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണ്. അതിനുശേഷം ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു വരികയാണ്. കശ്മീരിൽ ഇതുവരെ നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും ഇയാളുടെ കരങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുള്ളതാണ്. ഈ അൽത്താഫ് ലല്ലിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ദിപ്പോറയിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ സൈന്യത്തിൻ്റെ കയ്യിൽ കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ട അൽത്താഫ് ലല്ലിയെ കൊന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കാൻ സാധ്യമല്ല. പക്ഷേ എന്തായാലും ആ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകരിൽ പലരും കണ്ടിട്ടുണ്ടാകും. അതായത് അൽത്താഫ് ലല്ലിയെ വെടിവെച്ച് കൊല്ലുന്നു, അദ്ദേഹം വെടിവെച്ച് വീഴുന്നു. അതിനുശേഷം ഒരു ഇന്ത്യൻ സൈനികൻ കത്തി കൊണ്ട് കഴുത്തറുത്ത് മാറ്റുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്. അത്രമാത്രം പ്രതികാര ദാഹം അവരുടെ മനസ്സിലുണ്ട്. കാരണം ജമ്മു കാശ്മീരിൽ ഏതാണ്ട് 26ഓളം വരുന്ന ഇന്ത്യക്കാരെയാണ്, ഇത്തരത്തിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് ഭീകരവാദികൾ വേട്ടയാടിയത്. അവർ ഈ ഭീകരവാദികൾ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ പേര് ചോദിച്ചുകൊണ്ട് അവർ ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. ബന്ധുക്കളുടെ മുന്നിൽ വെച്ച്, ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ബന്ധുക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് പലരെയും കൊല ചെയ്തത്. നമുക്കറിയാം, കേരളീയനായ അല്ലെങ്കിൽ മലയാളിയനായ എൻ രാമചന്ദ്രൻ അടക്കം ഈ ആക്രമണത്തിൽ ഇരയായിരുന്നു. എൻ രാമചന്ദ്രൻ്റെ ചിതയ്ക്ക് തിരികൊളുത്തിയതും നമ്മൾ കണ്ടതാണ്. കേരളത്തിലടക്കം ഉയർന്ന വലിയ പ്രതിഷേധം, പാകിസ്ഥാനെതിരെ ഇപ്പോൾ രാജ്യമെങ്ങും വലിയ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധ പ്രകടനം നമ്മൾ കണ്ടു. അത്രമാത്രം രാജ്യത്ത് പാകിസ്ഥാനെതിരെ ഒരു വലിയ വികാരമുണ്ട്. ഇതേ വികാരം തന്നെയാണ് സൈന്യത്തിലും പ്രതിഫലിക്കുന്നത്. പാകിസ്ഥാനെയും അതുപോലെ തന്നെ അതിനുള്ളിലെ ഭീകരവാദികളെയും, ഇന്ത്യക്കുള്ളിൽ കടന്ന് 26 പേരുടെ ജീവനെടുത്ത ആ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാരെ കയ്യിൽ കിട്ടിയാൽ മതി എന്നൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു തരത്തിൽ, ആ ഒരു മൂഡിൽ നിൽക്കുമ്പോഴാണ് അൽത്താഫ് ലല്ലിയെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ആ പക മുഴുവൻ അൽത്താഫ് ലല്ലിയോട് തീർക്കുന്നു. അവിടെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പക തീരുന്നില്ല. എന്തിനും സജ്ജമായിരിക്കുകയാണ് ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത്രമാത്രം വലിയൊരു ആക്രമണം, ഇതൊരു ചെറിയ സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോംബിങ്ങോ ആയിരിക്കില്ല. പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുന്ന ഒരു ആക്രമണമാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് എന്ന് പാകിസ്ഥാന് തന്നെ ബോധ്യമായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലടക്കം പല കാര്യങ്ങളും നടക്കുന്നത്. എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്ന വീഡിയോ, അത് അൽത്താഫ് ലല്ലിയെ വെടിവെച്ച് കൊല്ലുകയും കഴുത്തറുത്തു മാറ്റുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക്, ഇന്ത്യൻ പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയുടെ കരുത്തും അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രതികാര ദാഹവും മനസ്സിലാവുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.